ഒരുത്തൻ എൻ്റെ അടുത്ത് പറയാണ് താൻ കൊണ്ടുപോയി കേസ് കൊടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഞാൻ പറഞ്ഞു ഇപ്പോൾ കാണിച്ചു തരാം, ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മളെ സിനിമാക്കാരെ പഠിപ്പിക്കാൻ വരികയാണെന്ന് വെച്ചാൽ എങ്കിൽ അവരൊരു സിനിമ എടുക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരട്ടെ. നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ശരിയായില്ല, നിങ്ങളുടെ സ്ക്രിപ്റ്റ്, ഇതൊക്കെ പറയട്ടെ. പറയുന്ന എന്താണ്? പറയുന്ന ഭാഷ എന്താണ്? തേറി വിളിയാണ്. ഒരാഴ്ച വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്ത് നഷ്ടമാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ആ ഒരാഴ്ച ആളുകൾ കയറി കണ്ടിട്ട് അവർ പറയട്ടെ. സിനിമ മോശമാകുന്നത് കൊണ്ടല്ലയോ സംഭവിക്കുന്നത്? മാത്രമല്ല ഈ ഒരാഴ്ചത്തെ കാലം ചോദിക്കുമ്പോൾ സിനിമ നല്ലതാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ ഇവർ നല്ലതാണെന്ന് അഭിപ്രായം പറയുന്നുണ്ട്. യൂട്യൂബർ പറഞ്ഞുകൊണ്ടല്ല ഹൗസ്ഫുൾ ആവുന്നത്, അത് ആയിരക്കണക്കിന് ആൾക്കാർ ഇറങ്ങി മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ്. അപ്പോൾ ഇത്തരത്തിൽ റിവ്യൂവേഴ്സിന്റെ വാക്കുകൾ ലോക സിനിമകൾ കാതോർക്കുന്നുണ്ട്. അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ആറാം തമ്പുരാൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റ് സിനിമയിൽ അതിൻ്റെ അകത്ത് വരെ ഞാൻ വെട്ടിയിട്ടുണ്ട്, അറിയാം, നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പം അന്ന് ഈ സോഷ്യൽ മീഡിയ ഉണ്ടോ? ഈ വർഷം തുടങ്ങിയ സമയത്ത് മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടം എന്നൊരു പേരുണ്ടായിരുന്നു. നമുക്ക് ഇറങ്ങുന്ന എല്ലാ സിനിമകളും വലിയ കളക്ഷൻ തിയേറ്ററിൽ നിന്ന് നേടുന്നൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ഈ സിനിമകൾക്കൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞ യൂട്യൂബേഴ്സും ഉണ്ട്. ആ വീഡിയോയ്ക്ക് ഇപ്പോൾ അതിനനുസരിച്ചുള്ള ഷെയർസും കമന്റ്സും ഉണ്ട്. കാരണം പ്രേക്ഷകർക്ക് ഇതൊരു നല്ല സിനിമയായിട്ട് വന്ന് ഈ യൂട്യൂബർ റിവ്യൂ പുള്ളി നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഓഡിയൻസ് ഞങ്ങൾക്ക് നേരെ തിരിയും. അതിന് ആ കമന്റ് ബോക്സുകളും തെളിവുകളും. അപ്പോൾ ഈ സിനിമ പ്ലാൻഡ് അറ്റാക്ക് ആണെന്ന് തീർച്ചയായും വിശ്വസിക്കുന്നുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ ആദ്യം മുതലേ നെഗറ്റീവിനാണ് വ്യൂ കിട്ടുന്നതെങ്കിൽ സിനിമകളെ നെഗറ്റീവായിട്ട് മാത്രം യൂട്യൂബേഴ്സിനും അപ്രോച്ച് ചെയ്താൽ മതിയായിരുന്നു. സിനിമ നല്ലതാണെങ്കിൽ അവർ നല്ലത് പറയുന്നുണ്ട്, അത് സ്വീകരിക്കാൻ ജനങ്ങളും ഉള്ളതുകൊണ്ടാണല്ലോ അത് മിക്സഡായിട്ട് പോകുന്നത്. അപ്പം സിനിമ മോശമാകുന്നത് കൊണ്ടല്ലയോ സംഭവിക്കുന്നത്? മാത്രമല്ല ഈ ഒരാഴ്ചത്തെ കാലം ചോദിക്കുമ്പോൾ സിനിമ നല്ലതാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ ഇവർ നല്ലതാണെന്ന് അഭിപ്രായം പറയുന്നുണ്ട്. ആ ദിവസത്തിന്റെ നൈറ്റ് ഷോ, സെക്കൻഡ് ഷോ ആവട്ടെ, ഫസ്റ്റ് ഷോ ആവട്ടെ, ഹൗസ്ഫുൾ ആയിട്ട് മാറാൻ സഹായിക്കുന്നത് ഈ റിവ്യൂസ് ആണ്. ഇല്ല, സാഹചര്യമാണ് പറയുന്നത്. ഒരു യൂട്യൂബർ പറഞ്ഞുകൊണ്ടല്ല ഹൗസ്ഫുൾ ആവുന്നത്, അത് ആയിരക്കണക്കിന് ആൾക്കാർ ഇറങ്ങി മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഇത് പറയുന്നത്. ഇപ്പം ഞാൻ പടം കണ്ടിറങ്ങി നല്ലതാണെങ്കിൽ 5 പേരെ വിളിച്ച് പറയും പടം നന്നായിട്ടുണ്ടെന്ന് പറയും. അങ്ങനെയാണ് പറയുന്നത്. അല്ലാതെ ഈ യൂട്യൂബറെ കണ്ടുകൊണ്ട് മാത്രമല്ല പടം ഹിറ്റാവും. യൂട്യൂബറിന് മാത്രമല്ല സാർ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ഷോ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആളുകൾ ഇപ്പോൾ ഒരാഴ്ചത്തെ സമയം ചോദിക്കുന്നതിനോടൊപ്പം തന്നെ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുമ്പോൾ സ്പീഡി ആയിട്ട് മൗത്ത് പബ്ലിസിറ്റിയും കൂടി ഉണ്ടാകുന്നു. ആദ്യത്തെ ദിവസം തന്നെ പോകുന്നു. ഇപ്പം ഒരാഴ്ച നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരാഴ്ച വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്ത് നഷ്ടമാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ആ ഒരാഴ്ച ആളുകൾ കയറി കണ്ടിട്ട് അവർ പറയട്ടെ, ആ പടം അവർ സ്വയം പറയട്ടെ. അത് നമ്മൾ ഉടനെ സമൂഹ മാധ്യമം എന്ന് പറയുന്നത് കോടിക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ, നമ്മൾ ഒരാളോട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പറയുന്നത് പോലെ അല്ലല്ലോ ഒരു സമൂഹ മാധ്യമങ്ങളിൽ കൂടി. പ്രത്യേകിച്ച് ഈ പറയുന്ന മാതിരി ഒരു അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്ത ഒരു സംവിധാനം, ഇതുപോലെ ഒരുപാട് സിനിമകൾ, ഞാൻ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത സിനിമ ഇന്ന കുഴപ്പങ്ങളിട്ട് പറയട്ടെ. തീർച്ചയായിട്ടും രൂക്ഷമായി തന്നെ ഒരു സമയം കൊടുക്കൂ. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരാഴ്ച വേണ്ട, ഒരു 3-4 ദിവസം ഒരു സമയം കൊടുക്കൂ എന്നേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. അല്ലാതെ ഞാൻ കണ്ടു ഇത് പൊട്ട സിനിമ, ഇത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി അതിൻ്റെ താഴെ വന്നിട്ട് അതിൽ ഇന്ന സീൻ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേഷൻ ഇന്ന രീതിയിൽ ശരിയായില്ല, നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ശരിയായില്ല, നിങ്ങളുടെ സ്ക്രിപ്റ്റ്, ഇതൊക്കെ പറയട്ടെ. പറയുന്ന എന്താണ്? പറയുന്ന ഭാഷ എന്താണ്? തേറി വിളിയാണ്. ഏതൊരു വിഷയത്തിനും നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ ചിലപ്പോൾ നമുക്ക് തെറ്റുകൾ പറ്റാം, നമ്മുടെ വാക്കുകളിൽ കൂടെ, നമ്മുടെ പ്രവൃത്തികളിൽ കൂടെ, നമ്മുടെ സിനിമകളിൽ കൂടെ ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഇതുണ്ടാവും. പക്ഷേ അതിന് താഴെ വന്ന് വളരെ ആരോഗ്യപരമായി വിമർശിക്കുന്നതിന് പകരം അടിച്ചമർത്തിയിട്ടുള്ള ഈ വിമർശനം അത് ഒന്ന് മിതപ്പെടുത്തുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കൂട്ടിച്ചേർത്ത് ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഈ വർഷം തന്നെ ഒരുപാട് മലയാള സിനിമകൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ലോകശ്രദ്ധ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ IMDbയുടെ മോസ്റ്റ് ഫേമസ് ചിത്രങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ 10 സ്ഥാനങ്ങൾ 4 മലയാള ചിത്രങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ലോക ചിത്രങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബോളിവുഡിലൊക്കെ ഒരു ചിത്രം റിലീസ് ചെയ്ത് അതിൻ്റെ ആദ്യത്തെ ദിവസം റിവ്യൂവേഴ്സ് ആ ചിത്രത്തെ പറ്റി എന്ത് പറയുന്നു എന്ന് വെച്ചിട്ട് അതിൻ്റെ സ്റ്റാർസും മറ്റു കണക്കുകളും വെച്ചിട്ടാണ് അവർ പോസ്റ്റേഴ്സ് റിലീസ് ചെയ്യുന്നത്. മാത്രമല്ല കഴിഞ്ഞ കൊല്ലം റിലീസ് ചെയ്ത അക്വാമാൻ ദ ലോസ്റ്റ് കിങ്ഡം എന്ന് പറയുന്ന ഹോളിവുഡ് ചിത്രം, അത് റിലീസിന് മുൻപേ റിവ്യൂവേഴ്സിന് വേണ്ടി പ്രത്യേക ഷോ നടത്തി
റിവ്യൂവേഴ്സ് ആ ചിത്രത്തിന് ഒരു നെഗറ്റീവ് പറഞ്ഞപ്പോൾ അതിന് റീഷൂട്ട് നടത്തി പ്രത്യേക ഭാഗങ്ങൾ മാറ്റി അത് റിലീസ് ചെയ്തതാണ്. മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ ചിത്രങ്ങളിൽ നടക്കാറുണ്ട്. ഇപ്പോൾ ലൈക്കയുടെ ഇന്ത്യൻ 2 എന്ന് പറയുന്ന ചിത്രം നോക്കുകയാണെങ്കിൽ അതിന് ഫസ്റ്റ് ഡേ റിലീസ് ചെയ്തപ്പോൾ നെഗറ്റീവ് വന്നതുകൊണ്ട് ആ ചിത്രത്തിലെ 24 മിനിറ്റോളം ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലും നടന്നിട്ടുണ്ട്. കടുവ എന്ന് പറയുന്ന ചിത്രം റിലീസ് ചെയ്തപ്പോൾ അതിലെ ഒരു ഭാഗത്തിന് ഒരുപാട് വിമർശനങ്ങൾ വന്നപ്പോൾ അതിലെ സംവിധായകനും നടനും ഉൾപ്പെടെ മാപ്പ് പറഞ്ഞ് അത് മാറ്റുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ റിവ്യൂവേഴ്സിന്റെ വാക്കുകൾ ലോക സിനിമകൾ കാതോർക്കുന്നുണ്ട്. അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അത് ഒന്നാമത്തെ ദിവസം തൊട്ട് തന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ മലയാളത്തിന് മാത്രം ഇങ്ങനെ ഒരു കൺസിഡറേഷൻ വേണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? അതായത് ഇപ്പം ലോക സിനിമയും മലയാള സിനിമയായിട്ട് കമ്പയർ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പം 3-4 പടങ്ങൾ ഓടി എന്നുള്ളത് ശരിയാണ്. മലയാളത്തിൽ ആദ്യം തുടക്കത്തിൽ അത് കഴിഞ്ഞ് പൊളിഞ്ഞു പോയ പടങ്ങൾ, അടിപടല പോയ പടങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുന്നില്ല. 4-5 പടങ്ങളേ ഉള്ളൂ ആദ്യത്തെ ഈ വർഷം ആദ്യം തുടങ്ങിയത്. അത് കഴിഞ്ഞ് പോയ പടങ്ങളെക്കുറിച്ച് ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല. ഈ 4-5 പടങ്ങളുടെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. പടങ്ങൾ നല്ലതായിരുന്നു, നല്ലതായിട്ട് ഓടി, അതൊക്കെ ശരി. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞില്ലേ വെട്ടിക്കളഞ്ഞു എന്നുള്ളത്, ഇത് ഞങ്ങൾ പണ്ട് മുതലേ ചെയ്യുന്ന കാര്യമാണ്. ഇന്നലെ ഒന്നും തുടങ്ങിയല്ല. അന്ന് ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുമില്ല, സോഷ്യൽ മീഡിയ ഇല്ല, ഒന്നുമില്ല. ഞങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ പോയിട്ട് ഓരോ ദിവസവും ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോയി വെട്ടി മാറ്റിയിട്ടുണ്ട്. ഒരു എഡിറ്ററെ അസിസ്റ്റൻ്റ് എഡിറ്ററെ കൂടെ വിട്ടിട്ട് ഇത് വെട്ടി മാറ്റും. രക്തം കൂടി പോയിട്ട് അല്ലെങ്കിൽ ലാഗ് അടിക്കുന്ന സീന് ഇതെല്ലാം എടുത്ത് മാറ്റിയ ചരിത്രം എത്രയോ വർഷങ്ങളായിട്ട്. ഞാനൊക്കെ സിനിമ 81 സിനിമ തുടങ്ങിയിട്ട് ഞാൻ ഒരു 90 ഈ ഇതുവരെ എനിക്ക് എൻ്റെ മിക്കവാറും പല സിനിമകൾ നമുക്ക് മോശമായെന്ന് തോന്നിയ സിനിമകളിലൊക്കെ നമ്മൾ പോയി വെട്ടിയിട്ടുണ്ട്. ലെങ്ത് കൂടുതലായിട്ട് അന്നേ തുടങ്ങിയിട്ടുള്ള അതാ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇരിക്കുന്നു. ഞങ്ങൾ ലെങ്ത് കൂടുതൽ അന്ന് ഇവരാരും വിമർശിച്ചിട്ട് അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ടല്ല, ഇന്ത്യനെ ഇപ്പം കൂടി ഇവർ പറഞ്ഞിട്ടല്ല. അവർക്ക് തോന്നി മൊത്തത്തിൽ ആൾക്കാരുടെ ഒരു പ്രേക്ഷകൻ്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇത് അവിടെ കൊള്ളൂല, ഇവിടെ ലാഗ് അടിക്കുന്നു ഞാൻ കെട്ടിക്കളയും. ഞങ്ങൾ വെട്ടിയിട്ടുള്ളതാണ്. ഞാനൊക്കെ 6-ാം തമ്പുരാൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റ് സിനിമയിൽ അതിൻ്റെ അകത്ത് വരെ ഞാൻ വെട്ടിയിട്ടുണ്ട്. അതറിയാം, നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പം അന്ന് ഈ സോഷ്യൽ മീഡിയ ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാതെ ഇവർ പറയുന്നത് കേട്ട് ഇവരുടെ റിവ്യൂ അനുസരിച്ചല്ല ഞങ്ങൾ സിനിമ എടുക്കുന്നതും. ഇനി നാളെ ഇവർ പറയും ഇങ്ങനെ സിനിമ എടുക്കണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? അവർ നമ്മളെ സിനിമാക്കാരെ പഠിപ്പിക്കാൻ വരികയാണെന്ന് വെച്ചാൽ എങ്കിൽ അവരൊരു സിനിമ എടുക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരട്ടെ. ഏറ്റവും മെച്ചമുള്ള സിനിമ അവർ ചെയ്ത് ഞങ്ങളെ കാണിച്ചു തരട്ടെ, എന്നിട്ട് പറയട്ടെ റിവ്യൂ പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഭാഗ്യലക്ഷ്മി നേരത്തെ പറഞ്ഞ പോലെ ഒരു സമയം കൊടുത്തിട്ട് പറയും. ഇത് ഇറങ്ങിയ ഉടനെ ഇതൊരു തല്ലിപ്പൊളി പടമാണ്, ഇത് ഒരു വായിക്ക് കൊള്ളൂല, മറ്റേ പറഞ്ഞ് അങ്ങനെയാണ് ഒരു പടത്തിനെ കുറിച്ച് പറയേണ്ടത്. കൊള്ളൂല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോട്ടെ. അത് കഴിഞ്ഞിട്ട് അങ്ങേര് പോയിട്ട് എവിടെ വേണോ 4-5 ദിവസം കഴിഞ്ഞ് ഈ ഒരു റിവ്യൂ നടത്തട്ടെ. ഒരു പ്രൊഡ്യൂസർ മുടക്കുന്ന കാശ്, കോടിക്കണക്കിന് രൂപയുടെ കാശ് മുടക്കിയ ഒരു സാധനമാണ് വന്നു നിന്നുകൊണ്ട് ഒരു ക്യാമറയുടെ ഒരു ചെറിയ ഒരു മൊബൈൽ ക്യാമറയും വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നത് ഇത് ഒരു വായിക്ക് കൊള്ളൂല, ഇത് മോശമാണെന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. എത്ര ഒരു പ്രൊഡ്യൂസറുടെ ചങ്കിലിട്ട് കുത്തുന്ന പോലെയാണ്. അയാളുടെ ജീവിതമാർഗമാണ് കളഞ്ഞു കുളിക്കുന്നത്. അതാണ് നമ്മൾ പറയുന്നത്. ഇവർക്ക് അത് തന്നെ വിമർശിച്ചോട്ടെ, എന്തിനെ വിമർശിക്കാം? നമുക്ക് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭരണഘടന തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ്? അതിന് സമയവും സന്ദർഭവും ഒക്കെ ഉണ്ടല്ലോ, അത് നോക്കി ചെയ്യട്ടെ. നമ്മളിപ്പോൾ ഈ ഒരു സിനിമയുടെ കാര്യം സംസാരിക്കാൻ വന്നിട്ട് നമ്മൾ വേറൊരു ട്രാക്കിലോട്ട് നീങ്ങും, നമ്മൾ തിരിച്ചതിലോട്ട്. ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ മലയാള സിനിമയിൽ തന്നെ ഇപ്പോൾ പല ആളുകളും ഈ യൂട്യൂബേഴ്സ് നല്ല റിവ്യൂ പറഞ്ഞാൽ ആ നല്ല റിവ്യൂവിന്റെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് അത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നല്ല ഭാഗങ്ങൾ പറയുന്നത്? നല്ല ഭാഗം എന്ന് പറഞ്ഞാൽ അത് ആ പ്രൊഡ്യൂസറിന് പ്രയോജനം ചെയ്യാൻ അയാൾക്ക് കാശ് കിട്ടുന്ന, അയാളുടെ പെട്ടി കാശ് കിട്ടുന്നതാണ്. കോടിക്കണക്കിന് രൂപ മുടക്കിയിരിക്കുന്നതാണ്. ഈ വർഷത്തെ നിങ്ങൾ പറയുന്ന ഈ പടങ്ങൾ 4-5 പടങ്ങൾ ഒഴിച്ചാലും പടങ്ങൾ പൊട്ടിയ പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്ത് തൂക്കിയാൽ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ താന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്തോ ഈ റിവ്യൂവേഴ്സിന്റെ മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ മൊബൈലിൽ സിനിമ പകർത്തിയ ഒരു സംഘത്തിൽ ഒരാളെ തിരുവനന്തപുരത്ത് പിടിച്ചു. അപ്പം ഇത് വ്യാപകമായി കേരളത്തിലുണ്ടെന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രിയ കൊടുത്തൊരു പരാതിയിൽ പറയുന്നു. അതിനെക്കുറിച്ച് നിങ്ങളുടെ ആശങ്കയെക്കുറിച്ച് കൂടെ എങ്ങനെ? തീർച്ചയായിട്ടും. എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പടം കാണാൻ പോയപ്പം ഇതിപ്പോൾ അവരെ പിടിച്ചു, അവരെ ഫോളോ ചെയ്താണ് പിടിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. തിയേറ്ററുകാരും ജാഗ്രത പുലർത്തിയാലേ നടക്കും. തിയേറ്ററിൻ്റെ കളക്ഷനാണ് പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കാണാൻ പോകുമ്പം ഞാനും എൻ്റെ ഫാമിലിയും പുറകിരിക്കുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന 4 പേര് ഒരു തമിഴ് പടമാണ്. അത് തുടങ്ങുമ്പോൾ എടുത്തു വെച്ച് 4 പേരും അങ്ങ് ഷൂട്ട് ചെയ്ത് തുടങ്ങുക. 4 പേരും ഞാൻ ചാടി എണീറ്റ് ഞാൻ പറഞ്ഞു ഇവിടെ ചെയ്യാൻ ഒക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരുത്തൻ എൻ്റെ അടുത്ത് പറയാണ് താൻ കൊണ്ടുപോയി കേസ് തുടർന്നു.
ഒന്ന് ആലോചിച്ച് നോക്കണേ. ഞാൻ പറഞ്ഞു ഇപ്പോൾ കാണിച്ചു തരാം, ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ വിളിച്ചേനെ. വെറുതെ അപ്പോഴത്തേക്ക് അവർ നിർത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് പറയാണ് ഞങ്ങളൊരു വെറുതെ ഒരു ഷോട്ടേ എടുത്തുള്ളൂ. ഒരു ഷോട്ട് പോലും എടുക്കാൻ അവർക്ക് അർഹതയില്ല, അവർക്ക് പറ്റത്തുമില്ല, അംഗീകാരമില്ല. അത് ഓരോരുത്തരങ്ങ് ചെയ്യുക, അതിൻ്റെ കുറേ ക്ലിപ്പ് എടുക്കുക, എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ ഇൻ്റർവ്യൂവിൽ എന്നെ കണ്ടതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായി ഞാൻ ഇന്നാരാണെന്ന് മനസ്സിലായതിന് ശേഷമാണ് അവർ പിന്നെ അത് മിണ്ടായിരുന്നത്. അപ്പോൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ തിയേറ്ററുകാർ ഞങ്ങളിപ്പോൾ ഞാൻ മാത്രമല്ല തിയേറ്ററിലും പോയി നോക്കാൻ ഒക്കില്ല. തിയേറ്റർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനും ഇതിനു വേണ്ടി ഒരു ഉത്തരവാദിത്വമുണ്ട്, ഇത് റിപ്പോർട്ട് ചെയ്യാൻ. ഒന്നുമില്ലെങ്കിൽ തിയേറ്ററിലെ ഉടമസ്ഥൻ്റെ അടുത്ത് പോയി പറയാം. തിയേറ്റർ ഉടമയ്ക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ ആരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ. പേരീസ് പ്ലസിൽ പോലീസിൻ്റെ സൈബർ സെക്യൂരിറ്റി വന്നിട്ട് അവർ ബുക്ക് ചെയ്തത് ട്രാക്ക് ചെയ്ത് പോയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അല്ലാതെ ആ തിയേറ്റർ ഉടമ പോയി പറഞ്ഞിട്ടല്ല, ട്രാക്ക് ചെയ്ത് പോയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇത് ഈ തിയേറ്ററിൽ ഇത് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എത്ര നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ ടെലഗ്രാം പോലെ ഒരു ആപ്പ്, അതിൻ്റെ അകത്ത് ഇത് മുഴുവൻ ഞങ്ങളിപ്പം ഇപ്പം ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബറിൻ്റെയും കൂടെ വലിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ വെച്ച്. ഞങ്ങൾ ഈ ആപ്പ് നിരോധിക്കണം എന്നും പറഞ്ഞൊരു ക്യാമ്പയിനിങ് തുടങ്ങാൻ പോവുകയാണ്. ടെലഗ്രാം ആപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന അതിൻ്റെ അകത്തുനിന്നുള്ള അവരാണ് ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവരുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കങ്ങൾ നടത്താൻ പോവുകയാണ്. അത് നടക്കുമോ നടക്കാതിരിക്കും, എന്തായാലും നമ്മൾ ചെയ്യാൻ പോവാം. അല്ല പടം റിലീസ് ഒരു മണിക്കൂറിനകത്ത് വരും. ആ എല്ലാ പടങ്ങളും വരുമല്ലേ. ഇത് പോയിരുന്നു ഇപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും റിലീസ് എവിടെ പോയിരുന്നു ഏതോ ഒരുത്തന്നെ എടുത്തിട്ട് അത് ലോഡ് ചെയ്യാണിത്. ഇപ്പോൾ റോക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. റോക്കേഴ്സിനെ ഞങ്ങൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഞങ്ങൾ പോയി ആ ഒരു പറ്റം പോലീസുകാരുടെ സഹായത്തോടു കൂടി ഞങ്ങൾ പോയി കോയമ്പത്തൂരിൽ നിന്ന് അവരെ പൊക്കിക്കൊണ്ട് വന്നതാണ്. ഇവിടെ കൊണ്ട് ഇട്ടിരുന്നു, ഇവിടെ സെൻട്രൽ ജയിലിൽ ഒരു 4-5 മാസം ഇവിടെ കിടന്നിട്ടാണ് പിന്നെ അവർക്ക് ജാമ്യം കിട്ടിപ്പോയത്. അവർ വീണ്ടും ഇറങ്ങിയിരിക്കുക. തീർച്ചയായിട്ടും പറയും. ഇപ്പോൾ നാളെ മറ്റന്നാൾ ഞങ്ങളുടെ ജനറൽ ബോഡി യോഗം ഉണ്ട്, അതിൽ ഞങ്ങൾ സംസാരിക്കും, അതിൻ്റെ കാര്യങ്ങളും സംസാരിക്കും. തിയേറ്ററുകാർ കുറച്ചും കൂടി ജാഗ്രത പുറത്ത് തന്നെയാണ്.